അച്ഛാ അച്ഛാ, അച്ഛനിത് ഏത് ലോകത്താ? എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി മോളെ. ദാ അച്ഛ കഴിക്ക്, ഞാൻ പ്ലേറ്റ് കഴുകി വെച്ചോളാം. വേണ്ട മോളെ, എൻ്റെ പ്ലേറ്റ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അതിൽ തന്നാ മതി, ഞാൻ എടുക്കാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം അറിയുന്നും കാണുന്നുമുണ്ട് മോളെ. ഈ വീട് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ മോളെ? ഇവിടെ ആർക്കും ആരോടും സ്നേഹവും അലിവും ആത്മാർത്ഥതയും ഒന്നുമില്ലേ? അച്ഛാ, ഇതൊക്കെ എവിടെന്നാ ആദ്യം തുടങ്ങേണ്ടത്? ആരിൽ നിന്നാ ഇതൊക്കെ പഠിക്കേണ്ടത്? അമ്മയുടെ മക്കളെല്ലാം അമ്മയെ ഭയന്ന് ജീവിച്ചവരായതുകൊണ്ട് അവരവരുടെ അമ്മയെ അനുസരിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അമ്മ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക, അമ്മ വെറുക്കുന്നവരെയെല്ലാം വെറുക്കുക. സത്യത്തിന് നീതിക്കൊന്നും അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. പിന്നെ അമ്മയെ പ്രീതിപ്പെടുത്തിയാലേ കുടുംബത്തിലെ ശാന്തി സമാധാനം ഉണ്ടാവുമെന്നും അമ്മ ഇടഞ്ഞു കഴിഞ്ഞാ കുടുംബം കുട്ടിച്ചോറായി പോവുന്നുള്ള അന്ധമായ ഭീരത്വവും. ചുരുക്കി പറഞ്ഞ, സുശീല ജീവനോടെ ഉള്ള കാലത്തോളം ഈ കുടുംബം ഒരു കുടുംബമാവാൻ പോകുന്നില്ല, അല്ലേ മോളെ? പിന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ കുടുംബത്തെ മാറ്റിയെടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഞാൻ പലതും സഹിച്ചു എന്നല്ലാതെ ആരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഇല്ല. അച്ഛൻ എന്തായാലും കഴിക്ക്, ഞാൻ പോവാണേ. വിനയ്, നീ വന്ന ഉടനെ കിടക്കാനുള്ള പുറപ്പാടാണോ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട, ഈ ഓർഡർ പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വിശന്നപ്പോ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. നിന്റെ മക്കളുടെ കാര്യം എന്തെങ്കിലും നീ അന്വേഷിച്ചോ? അവര് മരുന്ന് കഴിക്കുന്നുണ്ടോ, പനി കുറവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇവിടെ അതൊന്നും അറിയാത്തോണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനവും ഇല്ല. അതെ, അമ്മ ആവശ്യമില്ലാത്ത തല പോയിക്കുന്നോണ്ടാ. ചീരുവിന്റെ മക്കളുടെ കാര്യത്തില് അമ്മയേക്കാൾ ഉത്തരവാദിത്തമുള്ളവരുടെ കയ്യിലാണ് ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവര് കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പം വരാതെ നോക്കിക്കൊള്ളുന്നേ. എടാ, എന്നാലും നമുക്കൊരു കടമയില്ലേ വിനിയാ? നീയല്ലേ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചത്? അപ്പൊ അവരുടെ സുഖവിവരങ്ങളെങ്കിലും നീ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്റെ മാമ, എന്റെ ഈ ജോലി തിരക്കിനിടയിൽ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ രാത്രിയായില്ലേ, ഇനി ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചോളാം. വിളിച്ച് ചോദിച്ചാ പോരാ, നേരിട്ട് പോയി അന്വേഷിക്കണം. അല്ലെങ്കിൽ അവിടെ ഉള്ളവര് നീ നിന്റെ മക്കളെ അവിടെ കൊണ്ടുപോയി നടതള്ളിയാണെന്ന് കരുതും. അവരങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്വന്തം തള്ള കുട്ടികളെ ഇവിടെ കളഞ്ഞിട്ട് പോയതല്ലേ? കളഞ്ഞിട്ട് പോയെന്നോ? പിന്നെ എടാ, ചീരു അവളുടെ കൊച്ചുങ്ങളെ അവരുടെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ പോയത്. ആണോ? അങ്ങനെയാണെങ്കിലേ ഞാൻ അവരെ അവരുടെ അമ്മയുടെ വീട്ടിലാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നം തീർന്നല്ലോ. അതിന് നീ പഞ്ചരത്നത്തിലല്ലോ അവരെ കൊണ്ടുപോയി വിട്ടത്, ദാസാറിന്റെ വീട്ടിലല്ലേ? പഞ്ചരത്നത്തിലുള്ളവരൊക്കെ ഇപ്പൊ ദാസാറിന്റെ വീട്ടിലാണല്ലോ കുടികിടപ്പ്. ചീരുവിന്റെ അച്ഛനും കൂടി അവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ പിള്ളേരെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചത്. അതിലൊരു കുഴപ്പമില്ല. സമയം കിട്ടുമ്പോ ഞാൻ അവരെ അവിടെ പോയി കണ്ടോളൂ, അത് മതിയല്ല? നീ അങ്ങനെ ബുദ്ധിമുട്ടി പോണമെന്നില്ല. നാളെ രാവിലെ ഞാനും ഏട്ടനും കൂടി പോയി മക്കളെ കണ്ടോളാം. അതുവരെ നീ നിന്റെ മോനെ നോക്കി ഇവിടെ ഉണ്ടായാ മതി. അതൊന്നും ശരിയാവില്ല. എനിക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ള വിജയമോനെ നോക്കാൻ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം. അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി വേറെ എന്തും. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ വിനിയാ? ആർച്ചമുളയും ഭദ്രമുളയും നീ ഹോസ്പിറ്റൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ?